welcome to a fun-filled episode of Comedy Masala. Comedy Masala ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓഡിയൻസിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഇന്നത്തെ രണ്ട് അതിഥികൾ സുധി കൊല്ലം ആൻഡ് ഉല്ലാസ് പന്തളം, അവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. യെസ്, അങ്ങനെ അവർ രണ്ടുപേരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഉല്ലാസ് ചേട്ടാ ആൻഡ് സുധി ചേട്ടാ, സ്വാഗതം. അപ്പൊ ഉല്ലാസ് ചേട്ടാ, സുധി ചേട്ടാ, അപ്പൊ സീറ്റിലേക്ക് ഇരിക്കാം. വളരെ വ്യത്യസ്തമായ ഒരു സ്കിറ്റുമായി ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ടീമാണ് ടീം കോമഡി മേക്കേഴ്സ്. ഒരു വടക്കൻ വീരഗാഥ എന്ന ചലച്ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ടീം കോമഡി മേക്കേഴ്സിന്റെ ഭാവനയിൽ ഒരു വടക്കൻ പ്രിയഗാഥ. ആരുമില്ലേ ഇവിടെ? ഇറങ്ങി വരൻ. ആരാ അവിടെ? ഞാൻ പുത്തൂരന്തറവാട്ടിലെ ആരോമൽ ചേകവരുടെ മകൻ കണ്ണപ്പനുണ്ണി. ഞാൻ ആറ്റുമ്മൽ കുഞ്ഞിരാമച്ചേകവരുടെ മകൻ ആരോമൽ. ചന്തുല്ലേ? നിന്നെ ഒന്നും കാണാൻ ഒരു ചന്തവും ഇല്ല. ചന്തു അമ്മാവനില്ലെന്ന്? ചന്തുവില്ല, രാവിലെ അംഗത്തിന് പോയിരിക്കുകയാണ്. കള്ളം പറയരുതമ്മച്ചി, കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടിപ്പോകും. അയ്യോ, ദേ ഇവിടെ കിടന്നുറങ്ങുന്നു. എടാ ചന്തു, പെറ്റതള്ളയുടെ കണ്ണു പൊട്ടിക്കാതെ ഇറങ്ങി ചെല്ലടാ. ആരാ? എന്തു വേണം? ഞങ്ങൾക്ക് സായിപ്പിന്റെ കയ്യിൽ നിന്നും കിട്ടിയതിന്റെ പകുതി വേണം. അയാൾ ഒരു എച്ചി സായിപ്പായിരുന്നു, അയാളുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. കള്ളം പറയാതിരിക്കും. കള്ളവും ചതിയും ചന്തുവിന്റെ കൂടപ്പിറപ്പാണെന്ന് അമ്മ ഉണ്ണിയാർച്ച പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയാർച്ച? അവൾ അതല്ല, അതിനപ്പുറവും പറയും. അതാണ് ഉണ്ണിയാർച്ച. ചന്തുവിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം മക്കളെ? ഇരുമ്പാണിച്ചട്ടയിൽ ബിരിയാണി വെച്ച് കൊല്ലത്ത് 16 പേർക്ക് പണി കൊടുത്തവനല്ലേ ചന്തു? ആണി പറിക്കാൻ ചുറ്റി വെച്ചപ്പോൾ ഇല്ല എന്ന് കളവ് പറഞ്ഞവനല്ലേ ചന്തു? കൊള്ളാം. ഇനിയും ചന്തുവിനെ പറ്റി എന്തെല്ലാം പാടി നടക്കുന്നുണ്ട് പാണനാർ നിങ്ങളുടെ നാട്ടിൽ. അയ്യോ മതി. ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല പാണനാരെ, മരിക്കാനുള്ള പേടി കൊണ്ട് ചോദിക്കുക. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ? ഇല്ല അല്ലേ? പാണന്മാർ ഇതുപോലെ പലതും പാടി നടക്കും. സത്യത്തിൽ ഉണ്ണിയാർച്ച എനിക്ക് എങ്ങനെ നഷ്ടമായെന്ന് നിങ്ങൾ അറിയണം. ഞാനൊരു ഫ്രീലാൻസ് ചേകവനായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കളരി സംഘത്തിൽ വെച്ചാണ് ഞാൻ എൻ്റെ ഉണ്ണിയാർച്ചയെ ആദ്യമായി കാണുന്നത്. അന്ന് അവളുടെ വാൾത്തല കൊണ്ടത് എൻ്റെ പരിചയലല്ല, ഈ നെഞ്ചത്തായിരുന്നു. പിന്നെ നീണ്ട 6 മാസം ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നു. അങ്ങനെ ശ്രീഹള്ളിയിൽ വെച്ച് ഉണ്ണിയാർച്ചയെ ഞാൻ വീണ്ടും കണ്ടുമുട്ടിയ ആ ദിവസം. ഈ ശ്രീഹള്ളി കളരി സംഘത്തിലേക്കുള്ള വഴിയേതാ? ഓ, ഇങ്ങനെ ചോദിച്ചാ പറ്റത്തില്ലല്ലോ. ശ്രീഹള്ളി അങ്ങള് പോളം. ആ, പോളം 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 വളി വളി. അതെ, ശ്രീഹള്ളിയിലേക്കുള്ള വഴിയാണോ ചോദിച്ചത്? അപ്പൊ കുട്ടിക്ക് മലയാളം അറിയാം, ശരിയാക്കി തരാം. Do you know how many kilometers from Tulunadu to Kolattunadu? I am the answer. In this degenerating decency of this Tulunadu to Kolattunadu, then diplomatic and complicated state of United America. അപാരം തന്നെ. ഇതൊക്കെ എന്ത്? എത്രയെത്ര കുടങ്ങളാ. ഇത്ര നേരം പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്തിട്ടും എന്നെ ഒന്നും വിളിക്കായിരുന്നില്ലേ? ഒരു ബാല്യക്കാരിയായിട്ടെങ്കിലും കൂട്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരാ? മണ്ടി, മരമണ്ടി. മണ്ടി, എടി മരമണ്ടി. എന്തോ ചോദിക്കാൻ വന്നല്ലോ, മറക്കുന്നതിന് മുമ്പ് ചോദിച്ചോളൂ. അത് ഞാൻ ചോദിക്കാം. അതിനു മുൻപ് എന്നോട് പറ, ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്തോന്ന് ഐ ലവ് യു? കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? നെഞ്ചത്തൊരു വാള് കുത്തി ഇറങ്ങുന്ന ഒരു സുഖം. ഐ ലവ് യു. ഐ ലവ് യു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കിടുക്കൻ ഐ ലവ് യു അങ്ങോട്ട് പറ. അതൊക്കെ ഞാൻ പറയാം, പക്ഷേ നീക്ക് മുത്തുകൗ. അതെന്തോന്ന്? മുത്തുകൗ. മുത്തു എന്ന് പറഞ്ഞ മുത്തു, കൗ എന്ന് പറയുമ്പോ പശു. അപ്പൊ മുത്തുവിന്റെ പശു. ആദ്യം നീ ഐ ലവ് യു എന്നോട് പറ. ഇല്ലെങ്കിൽ മുത്തുവിന്റെ പശുവിനെ അടിച്ചോണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എല്ലാരെയും വിളിച്ച് പറയും. അയ്യോ, വേണ്ട വേണ്ട, പറയാം. ഐ ലവ് യു. അത് ശരി, നീ ഇവിടെ മൊറ്റളിക്ക. എടി മാറടി അങ്ങോട്ട്. എടാ ആരോമലെ, ഇറങ്ങി വാടാ ഇങ്ങട്. എന്താണ് അച്ഛ? എടാ, നിന്റെ പെങ്ങളെ പിടിച്ചുമ്മ വെച്ച ഇവനെ വെട്ടി വീഴ്ത്തടാ മോനെ ആരോമലെ. അതിന് എന്റെ കയ്യിൽ വാളില്ലല്ലോ.
എടാ കളരിയിൽ വെക്കാൻ ഞാൻ നിന്റെ കയ്യിലൊരു വാള് തന്നില്ലേ? തന്നല്ലോ. അതെവിടെ? അത് കളരിയിൽ വെച്ചല്ലോ. ആ അപ്പൊ അത് നിന്റെ കയ്യിലുണ്ടല്ലോ, അതെവിടെ? അത് കളരിയിൽ വെച്ചാൽ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. എന്റെ ഈശ്വരാ, ഇപ്പൊ വാള എവിടെ ഉള്ളേ? എവിടെ? കളരിയിൽ ഉണ്ടല്ലോ. അവിടെ ഇരിക്കട്ടെ. തൊട്ട് കഴിഞ്ഞ മുട്ടുവാലേറ്റി കൊല്ലും ഞാൻ. നോക്കി നിൽക്കാതെ കെട്ടാ ഇവനെ. ആണും ആണും തമ്മിൽ കെട്ടാൻ പറ്റില്ലല്ലോ. എടാ ഇവനെ പിടിച്ചു കെട്ടാൻ. അഴിച്ചോറ. അതെ, ലേലു വല്ലൂന്ന് പറഞ്ഞാ മതി. ലേലു അഴിച്ചോറ. എടീ, ഒരു കൊല്ലമായി നീ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് മെഡിസിന് പോയ പെണ്ണ. ഓ, അപ്പൊ മെഡിസിന് പഠിക്കുവാണല്ലേ? B.Ed. അതല്ല, ഇവളുടെ തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് മെഡിസിൻ വാങ്ങാൻ പോയതാ. എന്റെ അമ്മേ, അതിന്ന് കുറച്ച് മെഡിസിൻ എടുത്ത് ഇവന്റെ അണ്ണാക്കിൽ ആദ്യം തള്ളു. ഇവന്റെ പ്രാന്ത് ആദ്യം മാറട്ടെ. ആ, അത് കൊള്ളാം. എടി ഉണ്ണിയാർച്ചേ, എന്താ ഉണ്ടായെന്ന് സത്യം പറയടി. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ചേട്ടനെ കണ്ടു. അപ്പൊ ആ ചേട്ടൻ എന്നോട് ചോദിക്കുക ഒരു ഉമ്മ തരുമോന്ന്. അപ്പൊ ഞാൻ ദേ ആ ഇരിക്കുന്ന പൂച്ചട്ടിയുടെ മറവിൽ കൊണ്ടുപോയി ഒറ്റ ഉമ്മ വെച്ചു കൊടുത്തു. അപ്പൊ വേറൊരുത്തൻ എന്നോട് വന്ന് ചോദിക്കുക അവന് ഉമ്മ വേണോന്ന്. അപ്പൊ തന്നെ എന്റെ കയ്യിലിരിക്കുന്ന കുടം മറച്ചു വെച്ച് ഒറ്റ ഉമ്മ കൊടുത്തു. അപ്പോഴേ ഈ ചേട്ടൻ വന്നിട്ട് പറയുക ഈ ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയണോന്ന്. അപ്പൊ ഞാൻ ഈ ചേട്ടന്റെ അപ്പൂപ്പനെയും അമ്മുമ്മനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഐ ലവ് യു പറഞ്ഞു. പിന്നെ ഒരു ഉമ്മയും വെച്ചു കൊടുത്തു. സമയം കുറവായതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തോളൂ. അതിനാണ് ഈ പൊട്ടൻ ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കുന്നത്. പൊട്ടൻ നിന്റെ അച്ഛൻ. Same to you. ഇനിയെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് അനാഥനായി പോകും. കുഞ്ഞ, എടാ ചതിയൻ ചന്തു, കളിച്ച് കളിച്ച് അവിടം വരെ ആയല്ലേ കാര്യങ്ങൾ. സത്യമായിട്ടും എനിക്കറിയില്ല, ഇത് എന്റെ കുഞ്ഞല്ല. ഇത് നിന്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ ആരുടെ കുഞ്ഞാ? അണ്ണാ ഞാൻ പറയാം. അണ്ണനാ? ആരുടെ അണ്ണൻ? എവിടെന്നാ? എന്ത് വേണം? എന്താ കാര്യം? ഞാൻ കുഞ്ഞിരാമൻ പാലയെന്ന് ഒരു കുപ്പി കള്ളു കുടിക്കണം. എന്റെ ഭാര്യ ഒന്ന് കാണണം. തന്റെ ഭാര്യ ഇവിടെ എന്ത് ജോലി ചെയ്യുന്നു? ഇവിടെ അവള് ഭാര്യയുടെ ജോലി തന്നെയാ ചെയ്യുന്നത്. വൃത്തികേട് പറയരുത്. അപ്പൊ വൃത്തികേട് കാണിക്കല്ലേ? ഈ നിൽക്കുന്ന ചന്തുവിന്റെ ഭാര്യയും കുഞ്ഞും എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളത് എന്റെ ഭാര്യയും കുഞ്ഞുമാണ്. അനാവശ്യം പറയരുത്. തന്നെ കണ്ടാ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്. തന്നെ അതെന്റെ അച്ഛന്റെ കുഴപ്പമാണ്. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെ നമ്മുടെ കുഞ്ഞു? എന്റെ സ്വന്തം ചാല. അയ്യോ എനിക്ക് അറിയാം ഇയാളെ. അന്ന് ഇയാളുടെ പേര് മണിയമ്പിള്ള രാജു എന്നായിരുന്നു. ആ, നിന്നെ കെട്ടാൻ വേണ്ടിയാണല്ലോ ഞാൻ പേര് മാറ്റി കുഞ്ഞിരാമനായത്. എവിടെ എന്റെ കുഞ്ഞ്? നീ കുഞ്ഞ് കൊച്ചി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ നിന്റെ കൊച്ചിന്റെ നിറം? കറുപ്പില് വെള്ളവര. ഈ വെള്ളവരാന്ന് പറയുമ്പോ അത് നീളത്തിനെയാണോ അതോ കുറുകനെയാണോ? അണ്ണാന്ന് വിളിച്ച പാവുണ്ട്, വേറെ ഒന്നും വിളിപ്പിക്കില്ല. മോനെ ആരോമലേ, അരിങ്ങോട്ടർ വിളിക്ക്. അരിങ്ങോടർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തലയായിരിക്കും. അല്ലച്ച, പച്ചക്കറികൾ. ഏത് മരം കൊണ്ടനായാലും എനിക്കൊരു പുല്ലുമില്ല. വിളിക്കുപോയവനെ അരിങ്ങോട്ടറേ. ഹലോ, KNK കളരി സംഘം പ്രൊപ്പറേറ്റർ അരിങ്ങോടർ സ്പീക്കിംഗ്. എന്ത് അംഗം വെട്ടി തോറ്റെന്നോ? എന്തോന്നടാ ഇത്? നീയൊക്കെ കൂടി എന്നെ കുത്തുവാള എടുപ്പിക്കോ? ലക്ഷപ്രഭുവായി എന്നെ നീയൊക്കെ പിച്ചക്കാരനാക്കുവടേ. വാളെടുത്ത് വീശരിങ്ങോട്ടറേ. സത്യം പറയടാ, ആരാടാ നീ? ഞാൻ ഇവളെ കെട്ടിപ്പോയി. തുളുനാട്ടിൽ കുഞ്ഞിരാമൻ. കള്ളം, പച്ചക്കള്ളം. ഞാനാണ് തുളുനാട്ടിൽ നിന്ന് വന്നവൻ. പുളു, അമ്മച്ചിയാണ് പുളു. ഞാനാണോ അതോ യവനാണോ തുളുനാട്ടിൽ നിന്ന് വന്നതെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. പറയടാ, തുളുനാട്ടിൽ നീ എവിടെയായിരുന്നു? അത് തുളുനാട്ടിൽ തുളുനാടൻ ജംഗ്ഷനിൽ. തുളുനാടൻ ജംഗ്ഷനോ? അവിടെ എങ്ങും സ്ഥലമേ ഇല്ല. എന്ത് വിഡ്ഢിത്തരമാണ് ഞാൻ പറയുന്നത്? ജംഗ്ഷൻ ഇല്ലാത്ത നാടുണ്ടോ? എടേ മണ്ടകണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. Stupid, shut up in front of my friend and daughter. You will not see any of my minute today. ഇറങ്ങി പോടേ. അരിങ്ങോട്ടറേ, ഈ കള്ളന്റെ തലവെട്ട്. വെട്ടാം. കട്ടിങ്ങോ ഷേവിങ്ങോ? എടോ കൊല്ലാൻ. ഒരു മിനിറ്റ്. ഹലോ, റിച്ചാർഡ് ഹോസ്പിറ്റൽ. വേഗം ഒരു ആംബുലൻസ് ഇങ്ങോട്ട് അയക്കൂ. ഒരു ലോഡ് ശവം കൊണ്ടുപോകാനുണ്ട്. നിന്ന് കാണാകുണാന്ന് പറയാതെ വാളെടുത്ത് വീശുവേ. Hey, what is this? This is a why. What are you doing? I am doing a why. ഇയാൾക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഇന്നലെ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. ഇതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എടോ, എന്നെ അടിക്കാതെ അവനെ പോയി അടിക്ക്.
എന്റെ അക്കിപ്പാറ അമ്മച്ചി, എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് തമ്മി തല്ലുന്നത്? ഉണ്ണിയാർച്ചയെ കുഞ്ഞിരാമന് തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്. ഞാനീ പറഞ്ഞത് എല്ലാവർക്കും സമ്മതമാണോ? അനുകൂലിക്കുന്നവർ ദയവായി കൈ പൊക്കടേ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. എവക്ക് വേണ്ടിയല്ലേ നമ്മൾ തമ്മിൽ മത്സരിച്ചത്? എന്നിട്ട് എന്നെ അനുകൂലിച്ച് താൻ എന്തിനാ ആദ്യം തന്നെ കൈപൊക്കിയത്? എടാ കഞ്ഞിരാമ, ഓ, ഏതായാലും ഇതൊരു പ്രിയദർശൻ ചിത്രമല്ലേ. പ്രിയന്റെ മിക്കവാറും ചിത്രങ്ങളിൽ നായകനും നായികയും ഒരുമിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ കൈപൊക്കാതിരുന്നിട്ട് എന്താടാ കാര്യം? അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അടിപൊളി സ്കിറ്റ് കണ്ടിരിക്കുകയാണ്. പൊളിച്ചടുക്കി അസലായിരുന്നു. ത്രൂ ഔട്ട് എന്താ ഭയങ്കര കളർഫുൾ ആയിരുന്നു. ശരിക്കും ഒരു പ്രിയദർശൻ മൂവി കണ്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കോൺസെപ്റ്റും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സുധിച്ചേട്ടാ? എന്റെ അമ്മ, എന്തൊരു ടൈമിംഗ് ആയിരുന്നു. എന്തൊരു ടൈമിംഗ്. ഇത് ഭയങ്കര അസാധ്യ സ്ക്രിപ്റ്റിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഐഡിയ ആണ്. നല്ല script ആണ്. ഇത് ആരാണ് ഇതിന്റെ കൺസെപ്റ്റ്? സജി സബാന എന്ന് പറഞ്ഞ സജി സബാന. പേരെന്നറിയപ്പെടുന്ന ഇതാരെ ഈ പാട്ട് പാടിയതും ഒന്നൊക്കെയുള്ള പാർട്ടി കൊണ്ട് പാടിച്ച ഓക്കെ, MG ശ്രീമാന്റെ ശബ്ദത്തിൽ. അവൻ നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്ത സ്കിറ്റ് ആണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു ടച്ചിൽ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണേ. ഗംഭീരമായിരുന്നു. അസാധ്യ അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ക്ലൈമാക്സ് അടിയൊക്കെ അല്ലേ? അതെ അതെ. ശ്രുതി പറഞ്ഞ പോലെ ഇതിൻ്റെ ആ കൺസെപ്റ്റിനാണ് ആദ്യത്തെ കൈയടി കൊടുക്കുന്നത്. അതെ, മലയാളത്തിലെ മികച്ച എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് ഹരിഹരൻ സാറ് ഡയറക്റ്റ് ചെയ്ത വടക്കൻ വീരഗാഥ. ആ വടക്കൻ വീരഗാഥയിൽ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ പ്രിയദർശൻ സാറിൻ്റെ ഒരുപാട് സിനിമയുടെ സീക്വൻസുകൾ അത് കൃത്യമായ പോയിന്റിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്തിലെ ഒരു സീനിലും മടുപ്പിക്കാതെ. ആ ജഗത് ചെയ്ത ആളുടെ പേരെന്താണ്? അദ്ദേഹത്തിന് സ്റ്റേജിലോട്ടൊന്ന് വിളിക്കാം. പേരെന്താ? മിഥുൻ. മിഥുൻ സൂപ്പറായിരുന്നു. മിഥുൻ, അതായത് ജഗദീഷ് സാറിൻ്റെ എല്ലാ മാനസങ്ങളും അതാ പഴയ സിനിമയിലെ അതേപോലെ തന്നെ ഇവിടെ അവതരിപ്പിച്ചു. അതുപോലെ ജഗദീഷ് പിന്നെ ലൂയിസ് ഒരു സീനിൽ പോലും ബോറടിച്ചില്ല. നല്ല ചിരിച്ച് തലതല്ലി ചിരിച്ചു, കണ്ണ് നിറഞ്ഞു പോയി. അത്രയ്ക്ക് ഗംഭീര സ്കിറ്റായിരുന്നു. ഒരു ലാഗും ഫീൽ ചെയ്തില്ല, ഒരു ഇംപെർഫെക്ഷനും ഫീൽ ചെയ്തില്ല. നല്ല പ്രിയദർശൻ സാറിന്റെ ആ പാട്ട് സീനിലൊക്കെ അതേപോലെ ഇതിനകത്ത് അത് രസം വെച്ചാൽ ഈ സിനിമകളുടെ ഒക്കെ ഏത് സീക്വൻസ് ഏത് ഉറക്കത്തിൽ കേട്ടാലും ഏത് മലയാളിക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അല്ലെ. അത്രയ്ക്ക് നമുക്ക് റിബൺ എടുക്കണോ എന്തോരം കുടങ്ങളാണ്. ഓഡിയൻസ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സ്കിറ്റ്? സൂപ്പർ ആയിരുന്നു. നല്ല ഒരു ഒഴുക്കുണ്ടായിരുന്നു. എല്ലാം കൂടെ നന്നായിട്ട് നല്ല പെർഫോം ചെയ്തു എല്ലാവരും. മമ്മൂട്ടി ആയാലും ശരി, ഇന്നസെന്റ് ചേട്ടനായാലും ശരി, എല്ലാം നല്ല ഒരു ഒഴുക്കുണ്ടായിരുന്നു. ടൈമിംഗ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പൊ എന്തായാലും ഒരു അസൽ സ്കിറ്റ് തന്നെയായിരുന്നു. നമ്മളെല്ലാവരും കംപ്ലീറ്റ് ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു, ചിരിച്ചു, സന്തോഷിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാമെന്ന് നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസ് എത്ര സ്റ്റാർസ്? ഇങ്ങനെ ഓഡിയൻസ് എല്ലാവരും ഐക്യകണ്ഠേന തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് 5 സ്റ്റാർസും തരണം. 5 സ്റ്റാർസ് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ സമ്മാനം ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ചേട്ടനെയും സുധി ചേട്ടനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. Now, നമ്മുടെ കോമഡി മസാലയുടെ ഫ്ലോറിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ഒരു കലാകാരൻ വരാൻ പോവാണ്. അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ ശ്യാംലാൽ. ഹായ് ശ്യാം. എവിടെയാണ് സ്ഥലം? വെമ്പായംകാരനാണ്. ഓക്കെ, എന്ത് പെർഫോമൻസ് ആയിരുന്നു ചെയ്യാൻ? പാവകളി നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമായിട്ടുള്ള പാവകളി. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ കാണാറില്ല. ആ ഒരു സംഭവം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഓക്കെ, സ്വന്തമായിട്ട് ഈ പാവകളെയൊക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ച് പെർഫോം ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ ആയിട്ടുണ്ട്. എങ്ങനെ ഇതിലേക്ക് വന്നത്? എന്താ ഇങ്ങനെ ഒരു കൗതുകം തോന്നാൻ കാര്യം? നമ്മുടെ ഇത് തന്നെയാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമായിട്ട് എനിക്കിത് നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ്. എങ്ങനെയുണ്ട് ഇപ്പം ആളുകളുടെ ഇടയിൽ ഒരു അക്സെപ്റ്റൻസ്? നല്ല റെസ്പോൺസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ശ്യാംലാലിന്റെ പാവകളി എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ശരി.
മച്ച് ശ്യാംലാലെ, നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു പെർഫോമൻസ് ഇങ്ങനെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഡോൾ ഡാൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു കലാരൂപം ഇവിടെ പ്രദർശിപ്പിച്ച ശ്യാംലാലിന് നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക്. ഇല്ല ചേട്ടാ, എന്ത് പറയണു? ഒന്നും പറയാനില്ല, സൂപ്പർ. കാരണം ഇടത് കൈയും വലത് കൈയും ഒരുപോലെ നിയന്ത്രിച്ചുകൊണ്ട് ഒരേ താളത്തിൽ രണ്ട് പാവയെ ഒരേ മൂവ്മെന്റ്സ് ആണ് ചെയ്യുന്നത്. അതെ, സൂപ്പർ, ഒന്നും പറയാനില്ല. അമേസിംഗ്. സൂപ്പർ. ഇത് എത്ര നാളായി ഇത് പ്രാക്ടീസ് തുടങ്ങിയിട്ട്? ഒരു 2 വർഷമാകും ഇത് ചെയ്ത് തുടങ്ങിയിട്ട്. 2 വർഷം കൊണ്ട് 2 വർഷമാവും ഇത് ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷെ പാട്ടുകൾ വേറെ ആയിരുന്നു. ആണല്ലേ? ഇത് കൈയുടെ പ്രാക്ടീസ് ആണ്. കൈയുടെ പ്രാക്ടീസ് ആണ്. ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു? അതെ, സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി. ഞാൻ സ്കൾപ്ചർ ഒക്കെ ചെയ്യാറുണ്ട്. സ്കൾപ്ചർ ഇതുണ്ടല്ലോ, രൂപങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓ ശരി. അങ്ങനെ ക്രിയേറ്റ് ചെയ്താ രണ്ടുപേരെ. അടിപൊളി അപ്പൂപ്പനും അമ്മൂമ്മയും. സൂപ്പർ. ഓക്കെ, സോ ശ്യാംലാൽ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ അമ്മൂമ്മയും കൂടെ കൊണ്ടുപോകണം പോകുമ്പോൾ. അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടതിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് കാണാനുള്ളത്. സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ യുവജനോത്സവ വേദികളാണ് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ കലാകാരന്മാരുടെയും തുടക്കം. അങ്ങനെ യുവജനോത്സവ വേദികളിലൂടെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കലാകാരനാണ് അബിൻ. അബിൻ, നമസ്കാരം. നമസ്കാരം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ ഇനി +2ലേക്ക്. ഇനി +2ലേക്ക്. +1 കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ പ്രാവശ്യത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. A ഗ്രേഡ് ആണ് കിട്ടിയത് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് അബിൻ്റെ മിമിക്രിയിൽ എന്തൊക്കെയാണ് ഐറ്റംസ്? ആദ്യമായിട്ട് പക്ഷികളുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. കഴിഞ്ഞോ? അപ്പോൾ പക്ഷികളുടെ പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദം നമ്മൾ കേട്ടു. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്? ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ആകാശത്തോടെ പോകുന്ന ഹെലികോപ്റ്റർ. ഓക്കെ. അങ്ങ് പോയോ? പോയി, ഹെലികോപ്റ്റർ സ്ഥലം വിട്ടു. ഓക്കെ. ഇനി എന്താ പിന്നെ? തകിലിന്റെ ശബ്ദം. ഓക്കെ. ഓക്കെ, ഗുഡ്. ഇനി കുതിരയുടെ ശബ്ദമാണ്. ഓക്കെ. കുതിര എന്ന് പറഞ്ഞതും കുതിര വന്നതും ഭയങ്കര പെട്ടെന്നായിരുന്നു. ഒരു ഇതും ഇല്ലാണ്ട് കുതിര ഇടിച്ചു കയറി ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ യുവജനോത്സവ വേദിയിൽ ചെയ്യുമ്പോഴും ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യണം, അത് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കോ? അടുത്തതായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടോ? എന്താ പിന്നെ ഇപ്പോൾ പറയാത്ത? ഞാനിവിടെ ഉള്ളതുകൊണ്ടാണോ? അങ്ങനെയാണ് തന്നെ പറഞ്ഞു. ഇനി പറയൂ, ഇനി എന്താ അടുത്ത ചെയ്യാൻ പോകുന്നത്? സാരേ ജഹാം സേ അച്ഛാ എന്ന ട്യൂൺ ഒരു ട്രംപറ്റിലൂടെ വായിക്കും. ഓക്കെ. ഇത്ര ഐറ്റംസ് ആയിരുന്നോ പെർഫോം ചെയ്തത്? അത് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? മറന്നുപോയോ? ഇപ്പം നല്ല ടെൻഷൻ ഉണ്ടല്ലേ? ഓക്കെ അബിൻ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേജിൽ കാണുന്ന എല്ലാ കലാകാരന്മാരെയും തുടക്കം എന്ന് പറയുന്നത് സ്കൂളിലുള്ള ഇതുപോലെയുള്ള സ്റ്റേജുകളായിരിക്കും. അപ്പോൾ അവിടെ കയറി നമ്മളെല്ലാ അംഗങ്ങളും കഴിഞ്ഞ് ഈ സ്റ്റേജ് ഫിയർ ഒക്കെ മാറിയിട്ടാണ് നമ്മൾ വലിയ വലിയ സ്റ്റേജുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതൊരു നല്ല തുടക്കം ആവട്ടെ. ഈ ഒരുപാട് വലിയ വലിയ സ്റ്റേജുകളിലേക്കൊക്കെ ചെല്ലാനുള്ള ടാലൻറ്റ് ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഇവിടെ ഇതിൻ്റെയൊക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ പറയാനുള്ളത് അബിനോട്?
അല്ല, ഈ ഒരു പ്രായത്തിലും നമ്മൾ ഇതുപോലും ചെയ്യില്ല. ഇത് എത്രയെങ്കിലും ഇപ്പോൾ ഈ കലാകാരന്മാരല്ലേ ഇതുപോലുള്ള കലാകാരന്മാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് സത്യത്തിൽ ഇരിക്കാൻ തന്നെ ചമ്മല. കാരണം അസാധ്യ ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. അസാധ്യ കുട്ടികൾ, ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികൾ, ഭയങ്കരമായിട്ട് ടാലന്റ് ഉള്ള കുട്ടികളാണ്. മോന് നല്ല ടാലന്റ് ഉണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല ഉയർച്ചയിലേക്ക് വരും കേട്ടോ. ഒരുപാട്. എൻ്റെ ഒരു അനുഭവത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഞാൻ ഇതുവരെ വേദികളിലൊന്നും കയറിയിട്ടില്ല. പേടിയുണ്ടായതെന്നല്ല, എന്തോ കയറാൻ അത് തന്നെ സത്യം. എബിന് പോലുള്ള ഇത് ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയം കുറവാണ്. ഇപ്പോഴും നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ കൈ കാലും വിറയ്ക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറെ കൂടി ഇതുണ്ട്. എന്തുവാ ഒരു സ്റ്റേജിനെ ഫേസ് ചെയ്യാനുള്ളൊരു, സ്റ്റേജിനെ എന്ത് കാര്യത്തിനെ ഫേസ് ചെയ്യാൻ. അത് മാത്രമല്ല, കാണാൻ ഇരിക്കുന്ന ജനങ്ങൾക്ക് നമ്മളെ കാട്ടി സെൻസാ. തീർച്ചയായിട്ടും. എന്തായാലും എബിൻ്റെ ഈ പെർഫോമൻസ് സൂപ്പറായിരുന്നു. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ എബിക്ക് കഴിയും. അത് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് പ്രാക്ടീസ്, ഒബ്സർവേഷൻ, കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് പൊളിക്കാം. ഓക്കേ എബിൻ, താങ്ക് യു സോ മച്ച്. ഹലോ, ആരാ? ഞാൻ വിചാരിച്ചു ഇവിടെ ആരും കാണത്തില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ചാടി ഓടിയൊക്കെ വന്നത്. അല്ല, ആരാ മനസ്സിലായില്ല? ഞാൻ ആനപ്പാപ്പനാണ്. ആനപ്പാപ്പനാ പേര്? ഷാജി പാപ്പൻ. അതെ, അതൊരു സിനിമ ക്യാരക്ടറിന്റെ പേരല്ലേ? അതെ അതെ. അപ്പൊ ഈ പേര് വിട്ടാൽ ചേട്ടൻ പോയ സിനിമയിൽ അഭിനയിച്ചൂടെ? നിർത്തിയതല്ലേ സിനിമ? ഓ, അഭിനയിക്ക പിന്നെ സിനിമയിലായിരുന്നു ഞാൻ, പിന്നെ അത് വേണ്ടെന്ന് വെച്ചല്ലേ. ശരിക്കും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വിശ്വാസമല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് അമര സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഞാൻ നിർത്തുന്നത്. അമര സിനിമ എന്താ കാര്യം? അത് ഞാൻ ഈ കടൽത്തീരത്താണല്ലോ കൂടുതൽ സീനുകൾ. കടൽത്തീരത്ത് ഞാനും നമ്മുടെ ഡയറക്ടർ ഭരതൻ പിന്നെ അശോകൻ, ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്, കസേരയിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പരൻ സാർ ഇരിക്കുന്നു, ഇവിടെ അശോകൻ, ഇടയ്ക്ക് ഞാൻ. അപ്പോൾ അടുത്ത സീനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് സംസാരിച്ചു, പരൻ സാർ സംസാരിച്ചു. അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഉൾക്കടലിൽ പോയി ഒരു കൊമ്പനെ പിടിക്കണം. കൊമ്പൻ എന്ന് കേട്ടപ്പോൾ എനിക്ക് ആനയുടെ ഓർമ്മ വന്നു. ഞാൻ ഹോ ഒന്ന് വെച്ച്, ഇത് അശോകന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അശോകൻ എന്നോട് ഇങ്ങോട്ട്. അപ്പം അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അപ്പം ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട്. അപ്പം അശോകന് സൂചിച്ചില്ല. അശോകൻ ഒരു 4 എണ്ണം ഇങ്ങോട്ട്, ഞാൻ ഒരു 8 എണ്ണം അങ്ങോട്ട്, അയാളൊരു 16 എണ്ണം ഇങ്ങോട്ട്, അങ്ങനെ അങ്ങോട്ട് വെച്ച് ഒരു ഈ ബഹളം അങ്ങ് കൂടി. നാട്ടുകാരെല്ലാം ഓടിക്കൂടി. നാട്ടുകാർ കൂടി ഇത് പോട്ടെ, അവിടുത്തെ പട്ടികളെല്ലാം ഇത് കയറ്റി പിടിച്ച്. പിന്നെ പട്ടികളെല്ലാം അങ്ങനെ നമ്മുടെ 4 സൈഡിൽ നിന്ന് ഓടിക്കേറി വന്ന് എൻ്റെ പൊന്നു. അവിടെ പിന്നെ ഷൂട്ടും നടന്നില്ല, 4 പാടും ജനങ്ങൾ ഓടുകയാണ്. ആ കൂട്ടത്തിൽ ഞാനും ഓടി ഇങ്ങി പോകുന്നു. പറഞ്ഞു വിട്ടതല്ല, ഞാനിങ്ങി പോകുന്നു. അങ്ങനെ ഞാൻ അഭിനയം മനസ്സിലായി. ഈ അശോകൻ ചേട്ടൻ പിന്നെ കാണാറുണ്ടോ? ആ, ഇടയ്ക്ക് കാണും. അശോകൻ ഇങ്ങനെ കാറിൽ പോവും, ഞാനിങ്ങനെ ആനയിൽ പോവും. ഞാൻ ആനപ്പുറത്ത് ഇങ്ങനെ പോവും. അപ്പൊ എന്നെ കാണുമ്പോൾ അശോകൻ തല ഇങ്ങിട്ടിട്ട് അപ്പൊ ഞാൻ ആനപ്പുറത്ത് നിന്നിട്ട് അങ്ങനെ നോക്കും. അങ്ങനെ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട്. നല്ലതാണ്. ചേട്ടൻ ഒരു ആനപ്പാപ്പനായോണ്ട് ചോദിക്കാം, രാവിലെ ആനക്ക് എന്താ കൊടുക്കുന്നത്? ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഫ്രഞ്ച് കിസ്സം കൊടുക്കും. ഓ, തുമ്പിക്കൈയുടെ അറ്റത്തായിരിക്കും. എവിടെ? തുമ്പിക്കൈയുടെ അറ്റത്തായിരിക്കും. ആ ചോദ്യം അവര് ചോദിച്ചെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു. പോട്ടെ, ചുമ്മായിരുന്നു വാങ്ങിച്ചു കൂട്ടുക. ഞാൻ അടുത്ത കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ ആന മതമുള്ള ആനയാണോ? എന്താ മതമുള്ള ആനയാണോ? ഇല്ല, ഞാൻ ഒരു അനാഥാലയത്തിൽ നിന്ന് എടുത്ത് വളർത്തിയില്ല. മതവുമില്ല, ജാതിയില്ല, ഒന്നുമില്ല, കുടുംബം ഒന്നുമില്ല. അതൊക്കെ പോട്ടെ, ഈ മതപ്പാടുണ്ടായാലും എങ്ങനെ തിരിച്ചറിയുന്നത്? അത് നല്ല ചോദ്യം. അത് നല്ല ചോദ്യം കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഘട്ടമായിട്ടാണ് ഈ മതം ഇളകുന്നത്. നമുക്കത് പെട്ടെന്ന് പിടിച്ച് തുടക്കത്തിലേ നമുക്ക് അറിയാൻ 1ാമത്തെ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. അത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് അത് ഘട്ടങ്ങൾ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ സിനിമാക്കാരായതുകൊണ്ട് ഞാൻ സിനിമാ രീതിയിൽ പറഞ്ഞു തരാം. ഈ മതം ഇളകുമ്പോൾ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ KP ഉമാറില്ലേ, മോളെ ശോഭേ, അതുപോലെ കണ്ണൊന്നും തള്ളു ആനയുടെ. അതിൽ നമുക്ക് പിടി കിട്ടിയില്ലെങ്കിൽ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ ജയന്റെ ഘട്ടമാണ്. മസിൽ പിടിച്ച് പെരിപ്പിച്ചിട്ട് നിൽക്കും, കുതിരയെ തടകാൻ പോകുന്ന പോലെ. സത്യം അതിലും മനസ്സിലാക്കണം. അതിലും മനസ്സിലാക്കില്ലേ പിന്നെ ഭരത് ഗോപിയുടെ സ്റ്റൈലാണ്. തിരിച്ചില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെട്ടും. അപ്പോഴും നമുക്ക് പിടി കിട്ടിയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല.
പിന്നെ നമ്മുടെ ബാലകനാരുടെ കണക്കാണ്, കേറി അങ്ങ് മേയും. അപ്പോഴും മനസ്സിലായില്ല. അപ്പോഴും മനസ്സിലാകാത്ത കാലന്മാര് പിന്നെ മനസ്സിലാക്കുന്നത് ഞങ്ങളെ പോലുള്ള പാപ്പാമാരെ കൊമ്പി കുരുത്തി ഇങ്ങനെ ആട്ടും. സത്യം. അപ്പൊ മനസ്സിലാക്കണം ആനയ്ക്ക് മതവിളകിയത്. അല്ല ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആനപ്പാപ്പന്മാർക്ക് ഒരുപാട് പ്രണയങ്ങളൊക്കെ ഉണ്ടാവും കേട്ടിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ വല്ല ശരിയാണല്ലേ? എനിക്ക് ഉണ്ടായിരുന്നു. ആനയുടെ ബാല് തീർന്നു, പ്രേമവും തീർന്നു. പിന്നെ ആനപാലിന് വേണ്ടി അല്ലേ ഉള്ളുമാരൊക്കെ നമ്മളെ മണിയടിച്ച് വരുന്നത്. അത് തീർന്ന് നമ്മുടെ ആനക്ക് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇല്ല. രോമം നോക്കിയിട്ടാണ് പ്രേമിക്കാൻ വരുന്നത്. നിങ്ങൾ പുരുഷന്മാർ ഈ ആനയെ നോട്ടം അങ്ങോട്ട് കൈയടക്കി വെച്ചിരിക്കുകയാണ്. എന്താ സ്ത്രീകൾ ഈ രംഗത്തേക്ക് അധികം കടന്നു വരാം? അതിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ എന്ത് എന്നെ വിളിക്കുന്നതാണ്? ആനപ്പാപ്പാൻ. ഒരു പെണ്ണ് വന്നെങ്കിലോ ആനപ്പാപ്പി. അതിന് മോശം. ആന പാപ്പിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ചേരും. അതുകൊണ്ടാണ് ഇങ്ങനെ പെണ്ണുങ്ങൾ ഇതിനായിട്ട് ഇങ്ങനെ കടന്നു വരാത്തത്. അത് ഈ ആന എപ്പോഴും ഈ ഉത്സവ പറമ്പിലേ എപ്പോ നോക്കിയാലും എപ്പോ ഏത് ഉത്സവ പറമ്പിൽ ചെന്നാലും ഈ ആന ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്നതാണ്. കണ്ണീന്ന് നല്ല ചോദ്യം. വിവരിച്ചു തരാം. അതായത് ഈ ആന ഉത്സവത്തിന് ഇങ്ങനെ നെറ്റിപ്പട്ടം മാത്രമല്ലേ ഉള്ളൂ, അത് വെച്ച് ഇങ്ങനെ കൊണ്ട് നിൽക്കും. അപ്പൊ അതങ്ങനെ നോക്കുമ്പം പുതിയ സാരി ഉടുത്ത് പെണ്ണ് സ്ത്രീകൾ വരുന്നു, പട്ടുപാവാട ഉടുത്ത് ഉടുപ്പ് ഇട്ട് പെൺപിള്ളേർ വരുന്നു, ജീൻസ് ഷർട്ട് ഇട്ടിട്ട് ഈ പയ്യന്മാരൊക്കെ നല്ല അടിപൊളി പുതിയ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഡ്രസ്സിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഈ ആന മാത്രം ഉടുതുണിയില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിനൊരു വിഷമം. അതുകൊണ്ട് അത് കരയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ഇങ്ങനെ ആള് കൂടുന്നിടത്ത് ഇങ്ങനെ നിന്ന് നോക്കണം. അപ്പം അറിയാം കണ്ണീര് വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അറിയാം. സത്യമല്ലേ അമ്മ? സത്യം. പിന്നെന്താണ് വന്ന കാര്യം? ഇപ്പൊ ഉത്സവ സീസൺ ഒക്കെ തീർന്നു. സീസൺ അങ്ങോട്ട് തീർന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഇടക്കാല ആശ്വാസം വേണമല്ലോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലോറൊന്ന് തൂത്തോ അല്ലെങ്കിൽ ആഹാരം ഒന്ന് എടുത്ത് കൊടുത്തോ ഒക്കെ എങ്ങനെ ഇവിടെ നിന്നാൽ സീസൺ വരെ ഒന്ന് പിടിച്ച് നിൽക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പ്രൊഡ്യൂസറിനെ കാണാൻ വന്നു. നടക്കൂല. അതെന്താ? പ്രൊഡ്യൂസർ ഭയങ്കര കലിപ്പാണ്, പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് കിട്ടാൻ മാർഗമില്ല. ഇല്ല, അത് കുഴപ്പമില്ല. എന്താണ്, ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ കമ്പനിയുള്ള ഒരാളുമായിട്ട് അദ്ദേഹം പറഞ്ഞ കേൾക്കുന്ന ഒരാളുമായിട്ട് കത്തുമായിട്ടാണ് ഞാൻ വന്നത്. അത് കത്തൊന്ന് നോക്കിയോ? അതെ, ഹലോ. ഞാൻ കത്തുമായിട്ടാണ്. കുഴപ്പമില്ല. ഭയങ്കര സെക്കാണ്, കിട്ടുമെന്ന് തോന്നുന്നില്ല. അയ്യോ ഇല്ല, ഈ കത്ത് വായിച്ചാൽ തരും. അദ്ദേഹത്തോട് അത്രയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഭയങ്കര ബഹളം കേട്ടല്ലോ. അയ്യോ അതൊന്നും ഒരു ഫോർച്യൂണറുകാരൻ എന്തുവാന്ന് എനിക്കറിയത്തില്ല. അയാൾ എന്തൊരു സ്വഭാവം എനിക്കറിയത്തില്ല. ഞാനും അയാൾ ഒന്ന് ഉരസി. നമ്മൾ ആനയായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ അയാൾ തലയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ആനപ്പുറത്ത് കയറിയാൽ നീ രാജാവാണെന്നാണ് നിന്റെ വിചാരം? റാസ്കൽ പന്ന പട്ടി എന്നെ ഒരു വിളി. ദേഷ്യത്തിൽ വിളിച്ചപ്പോ എന്റെ ആന സഹിക്കൂ. എന്നെ ദേഷ്യത്തിൽ സംസാരിച്ച ഭയങ്കര സാധനമാണ്. അവനെന്ത് ചെയ്യുന്നറിയോ? അവന്റെ കാലെടുത്ത് ആ ബോണറ്റിലൂടെ ഒന്ന് വെച്ചു. പിന്നെ ചില്ല് പൊട്ടിയെന്നോ അയാളുടെ 3 വയസ്സുള്ള പയ്യൻ പ്രിന്റ് ചെയ്തത് അവന്റെ കണ്ണിൽ കണ്ണാടി ചില്ല് കയറിയെന്നോ ഒക്കെ പറഞ്ഞൊരു പ്രശ്നമാണ്. ഞാനേ അയാളുടെ ഒരു വലിയ പ്രശ്നം മതം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഊരി പോരാല്ലോ. ഞാൻ പെട്ടെന്ന് കയറി ഞാനിങ്ങി പോകും. ആനപ്പുറത്തിരിക്കുന്നതുകൊണ്ട് അവരിറങ്ങി വന്നൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഞാൻ കയറി പോകും. അതെന്തായാലും കാര്യമായി. എന്റെ ഒരു ദേഷ്യം അവന് ഇഷ്ടമല്ല കേട്ടോ. അതൊന്നും അയ്യോ അത് കത്ത് കയറാതെ എനിക്കിവിടെ കൊടുക്കാനുള്ള കത്താന്ന്. അയ്യോ എന്റെ വയറ്റ് തടിക്കാതെ എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? ഒരു പണിയാണോ? തന്നെ ആന ചവിട്ടി ആരുടെ കാറിലാന്നറിയോ? ഇതിന്റെ പ്രൊഡ്യൂസറുടെ കൊച്ചുമാന്റെ കണ്ണിലാണ് ഈ കുപ്പിച്ചില് കൊണ്ട് കയറിയത്. മനസ്സിലായ? ഈ തനിക്ക് എവിടെ ജോലി കിട്ടാനാണ്? അപ്പൊ പോവല്ലേ? നിന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യം കിട്ടും, ജോലി കിട്ടും. ഇല്ല, ഉറപ്പായി. അല്ല പുറത്തേക്ക് ആ സെക്യൂരിറ്റി. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡ്.